എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീവനുള്ള പാട്ട് എന്ന കവിതയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ജീവനുള്ള പാട്ട് എന്നുള്ള കവിത എഴുതിയതാരാണ്? ജി കുമാരപിള്ളയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഭാവഗീതങ്ങളുടെ കവി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവനുള്ള പാട്ട് എന്ന കവിതയും ഭാവഗീതത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ജീവനുള്ള പാട്ട് എന്നുള്ള കവിത. മനസ്സിലായോ? അതുമാത്രമല്ല, ഈ കവിതയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പ്രകൃതിയിലുള്ള സംഗീതം അല്ലേ? പ്രകൃതിയുടെ സംഗീതം സംഗീതം മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രകൃതിയിലെ സൂക്ഷ്മമായിട്ടുള്ള ഓരോ ഇതിലും എന്തുണ്ട്? നിർവചിക്കാൻ പറ്റാത്തത്രയും സംഗീതം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയിൽ നിന്നും അനുഭവിക്കുന്ന സംഗീതം ഒരു ഗന്ധർവ ബാലകൻ്റെ പാട്ടായിട്ടാണ് ഈ കവിതയിലെ പെൺകുട്ടിക്ക് അനുഭവപ്പെടുന്നത്. കാരണം ആ പെൺകുട്ടിയും ആ കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ട്? സംഗീതം സൂക്ഷിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് കൂടെ എന്താണ് ആ ഗന്ധർവ ബാലകൻ്റെ പാട്ടിനെ, അതായത് പ്രകൃതിയുടെ ആ സംഗീതത്തെ ഗന്ധർവ ബാലകൻ്റെ പാട്ടായിട്ടാണ് ആ കുട്ടിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ കവിതയിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. അതുമാത്രമല്ല, കാട്ടിലെ പാഴ്മുളം തണ്ടെന്നാണ് പറയുന്നത്. എന്തിനെ? ഓടക്കുഴലിനെ. ആ ഓടക്കുഴൽ ഉപയോഗിച്ച് അത്ഭുതകരമായ പാട്ട് സൃഷ്ടിക്കുന്ന ആ ഗന്ധർവ ബാലകൻ്റെ മുന്നിൽ അവൾ എന്ത് ചെയ്യാണ്? സ്വയം മറന്നങ്ങ് നിന്ന് പോവുകയാണ് ഈ കവിതയിൽ കാണിക്കുന്നത് അല്ലേ? കാരണം എന്താണ്? ആ ഗന്ധർവ ബാലകൻ്റെ പാട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവൾ എന്ത് ചെയ്യുകയാണ്? അവളെ തന്നെ മറക്കുകയാണ്. പകരം ആ സംഗീതത്തിനപ്പുറം സംഗീതം വായിക്കുന്നത് ആരാണോ അവരെ കാണുന്നില്ല. അപ്പോൾ ആ സംഗീതം, ആ പാട്ട് പാടുന്ന ആ ഗന്ധർവ ബാലകനെ ഒരു നിമിഷമെങ്കിലും പാട്ടിൽ നിന്നും വേർതിരിഞ്ഞ് നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ആഗ്രഹിക്കുമ്പോൾ അവൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? പ്രകൃതി തന്നെയാണ് അവിടെ ഗന്ധർവ ബാലകൻ. പ്രകൃതിയിലെ സംഗീതമാണ് അവൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്നും വേറിട്ട് ഒരു രൂപം അവൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് കവിയുടെ പറയുന്നത്. അതായത് പ്രകൃതിയുടെ സംഗീതം മനസ്സിൽ സംഗീതം സൂക്ഷിക്കുന്ന ഓരോ ആൾക്കാർക്കും കേൾക്കാനായിട്ട് പറ്റും. അത് വളരെ മനോഹരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്നൊക്കെയാണ് ജീവനുള്ള പാട്ട് എന്നുള്ള കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്കതിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ പറയാം. കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിക്കുന്നത്. എന്തിനെയാണ് കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്? കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓടക്കുഴലിനെയാണ് കേട്ടോ. അടുത്തത്, ഗന്ധർവ ബാലൻ്റെ നാദധാര കേൾവിക്കാരിയെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഗന്ധർവ ബാലകൻ്റെ നാദധാര സ്വാധീനിക്കുന്നത്? അതായത് അവളെ ഒരു നിമിഷമെങ്കിലും എന്ത് ചെയ്യുകയാണ്? പ്രകൃതിയെ മൊത്തം മറന്ന്, സ്വയം മറന്ന്, എല്ലാം മറന്നങ്ങ് അതിൽ ലയിച്ചിരിക്കുവാനായിട്ട് അവളെ പ്രേരിപ്പിക്കുന്നു. അതുമാത്രമാണോ? അത് കേൾക്കുമ്പോൾ ആ ശബ്ദത്തെ ഒന്ന് കാണാനായിട്ട് അവൾ ഒരു നിമിഷം എല്ലാം മറന്ന് ലയിച്ചിരിക്കുകയും ഒരു നിമിഷമെങ്കിലും ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്ന് മനസ്സിലാക്കുവാനും കാണുവാനുമുള്ള ഒരു ആഗ്രഹം അവളുടെ ഉള്ളിലുണ്ടെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ? അതൊക്കെയാണ് അവിടെ എങ്ങനെയൊക്കെയാണ് കേൾവിക്കാരിയെ സ്വാധീനിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് അടുത്ത ക്വസ്റ്റ്യനാണ്, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ട് പോകണേ. മൂകനായി ഒന്ന് നിൽക്കണമെന്ന് പെൺകുട്ടി പറയാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് മൂകനായി നിൽക്കണമെന്ന് പറയുന്നത്? കാരണം എന്നും ആ പെൺകുട്ടി കേൾക്കുന്നത് ഗന്ധർവ ബാലകൻ്റെ സംഗീതമാണ്. സംഗീതത്തെ കവിഞ്ഞ് വേറൊന്നും തന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. അപ്പം ആ ഗന്ധർവ ബാലകൻ ആരാണ്, എങ്ങനെയാണുള്ളത് എന്നറിയാനുള്ളൊരു കൗതുകം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു നിമിഷമെങ്കിലും ഈ മുൻപിൽ ഒന്ന് വന്ന് നിന്നിട്ട് പോകുമോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? അടുത്തത്, പാടാം രസിക്കാം. കവിതയ്ക്ക് സ്വന്തമായി ഈണമൊക്കെ കണ്ടെത്തിയിട്ട് പാടി രസിക്കാനാണ് പറയുന്നത്. വീട്ടിലിരുന്ന് പാടി നോക്കുക കേട്ടോ, പുതിയ ഈണമൊക്കെ കണ്ടെത്തിയിട്ട്. അടുത്തത്, വിശകലനം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുമ്പോൾ നമുക്ക് ഈ പുതിയ ഈണത്തിലൊക്കെ ഒന്ന് ചൊല്ലി കേൾപ്പിച്ച് തരിക ടീച്ചർക്ക്. ഓക്കെ. അടുത്തത്, വിശകലനം ചെയ്യാം. താവഗോചല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം. പെൺകിടാവ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? ചർച്ച ചെയ്ത് എഴുതൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്? ഉജ്ജ്വലമായിട്ടുള്ള നിൻ്റെ പാട്ടിൽ നിന്നും വ്യത്യസ്തമായ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് കുട്ടി ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? കാരണം എന്നും ആ പാട്ട് കേൾക്കുകയും അതിൽ ലയിച്ച് സ്വയം മറന്നങ്ങിരിക്കുകയും ചെയ്യുന്നു. എപ്പോഴും ആരെക്കുറിച്ച് മാത്രമാണ് ചിന്ത?
ഗന്ധർവ ബാലകനെക്കുറിച്ച് മാത്രമാണ്. ഗന്ധർവ ബാലകൻ ആരെന്ന് അറിയാനുള്ളൊരു കൗതുകമാണ് മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ ഗാനം ഞാൻ എന്നും കേൾക്കുന്നുണ്ടെങ്കിലും ഗാനത്തിൽ നിന്നും വ്യത്യസ്തമായി നിൻ്റെ മുഖം ഞാൻ കാണാറില്ല. അപ്പോൾ നിൻ്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? അടുത്തത് ചിത്രം വരയ്ക്കാം. അങ്ങ് ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേർന്നീരവേ അസ്തമയപ്രഭയിൽ അകന്നു പോകുന്ന ഗന്ധർവ ബാലൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കൂ എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? അതായത് സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യാസ്തമയത്തോടൊപ്പം തന്നെ നമുക്കറിയാം സൂര്യൻ അസ്തമിക്കുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ്? എന്ത് നിറത്തിൽ കാണും? മഞ്ഞ് ചുവപ്പ് കലർന്നൊരു അന്തരീക്ഷമായിരിക്കും അപ്പോൾ ഉണ്ടാവുക അല്ലേ? അതുമാത്രമാണോ? പക്ഷികളൊക്കെ ഉറങ്ങാനായിട്ട് കൂട്ടിലോട്ട് പോകുന്നുണ്ടാവും അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടാവുക? പ്രകൃതിയിലെ മരങ്ങളും ചെടികളും പൂക്കൾക്കൊക്കെ ഒരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിയാണ് സന്ധ്യാനേരങ്ങളിൽ. അതൊക്കെ വരച്ചിട്ട് കയ്യിൽ ഓടക്കുഴലുമായി അങ്ങ് ദൂരേക്ക് പോകുന്ന ഗന്ധർവ ബാലകൻ്റെ ചിത്രം ഒന്ന് വരയ്ക്കാനായിട്ട് നോക്കുക കേട്ടോ. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഗന്ധർവ ബാലകൻ്റെ ചിത്രം വരയ്ക്കാനാണ് അവിടെ പറയുന്നത്. മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുക കേട്ടോ എല്ലാവരും. അടുത്തത് കാവ്യഭംഗി. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, വരികളിലെ സൗന്ദര്യം ചർച്ച ചെയ്യൂ, ഇതുപോലുള്ള മറ്റു വരികൾ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കാട്ടുപുൽത്തണ്ട് നോർമലായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ എന്ത് പറയാം? ഒരു ഓടക്കുഴൽ ഉപയോഗിച്ച് പാട്ട് പാടുന്ന പാട്ടുകാര എന്ന് പറയാം. അങ്ങനെ പറയാതെ ഇവിടെ ജി കുമാരപിള്ള എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതകരമായ പാട്ട് പാടുന്ന പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും മനോഹരമായിട്ടാണ് കവിതയിലെ വരികൾ അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ ജി കുമാരപിള്ള? അപ്പോൾ അത്തരത്തിൽ മനോഹരമായിട്ടുള്ള വരികളുടെ സൗന്ദര്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വരികൾ കണ്ടെത്താനാണ് പറയുന്നത്. അടുത്തത് ആസ്വാദനക്കുറിപ്പ്. ആസ്വാദനക്കുറിപ്പ് കവിതയുടെ ആശയം, പദച്ചേർച്ച, പ്രയോഗഭംഗി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. ആസ്വാദനക്കുറിപ്പ് എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ, ഇപ്പോൾ ജീവനുള്ള പാട്ട് തന്നെ ആവണമെന്നില്ല, ഏത് കവിതയുടെ അല്ലെങ്കിൽ ഏത് കഥയെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആ എഴുതിയ ആളും കവിതയുടെ പേരും കൃതി ഉണ്ടെങ്കിൽ കൃതിയുടെ പേര് നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതിയിരിക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു ഫസ്റ്റ് നല്ലൊരു ഇമ്പ്രഷനാണ്. കാരണം എന്താണ്? നമുക്ക് കവിത എന്താണെന്നും ആരാണ് എഴുതിയെന്നും എഴുതാൻ അറിയാം എന്നൊരു ധാരണ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവനുള്ള പാട്ട്, ജി കുമാരപിള്ള എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് ജീവനുള്ള പാട്ട്. ഭാവഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്ന ജി കുമാരപിള്ള എഴുതിയിട്ടുള്ള, അങ്ങനെയും പറയാം. അത്രയും ഭാവാത്മകത നമുക്ക് ജീവനുള്ള പാട്ട് എന്ന കവിതയിലും കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താ പറയേണ്ടത്? അവിടുത്തെ ആശയം എഴുതണം. ആശയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയേണ്ടത്? ഒരു പ്രകൃതിയുടെ സംഗീതം, പ്രകൃതിയുടെ സംഗീതത്തെ ഒരു ഗന്ധർവ ബാലകൻ്റെ സംഗീതമായി കൊണ്ടാണ് ഇവിടെ ഈ കവിത എഴുതിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ കവിതയുടെ ആശയമാണ്. ആശയം എന്താണ്? പ്രകൃതിയുടെ സംഗീതത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സംഗീതം കേൾക്കുന്ന പെൺകുട്ടി എന്ത് ചെയ്യണം? ഗന്ധർവ ബാലകനായിട്ട് പ്രകൃതിയുടെ സംഗീതത്തെ സങ്കല്പിക്കുന്നു. എന്നിട്ട് ആ പ്രകൃതിയുടെ സംഗീതം ആസ്വദിക്കുമ്പോഴും ആ പാട്ട് പാടുന്ന ഗന്ധർവ ബാലകനെ ഒരു നോക്ക് കാണുവാനായി കൊതിക്കുന്ന പെൺകുട്ടിയെ നമുക്കിവിടെ കാണാം അല്ലേ? അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യണം? ആശയം വ്യക്തമാക്കുക. വരികളുടെ പ്രത്യേകത ഉണ്ടെങ്കിൽ പ്രത്യേകതകൾ എഴുതുക. പിന്നെ പല പദങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല പ്രയോഗങ്ങൾ കവിതയിലോ കഥയിലോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒരു ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേണം ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാൻ. അതുപോലെ തന്നെ പാരഗ്രാഫ് തിരിച്ചെഴുതണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ? ഓക്കെ. ഇതിന് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളെന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കവിതയൊക്കെ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത പാഠഭാഗമാണ് പടയണി എന്നുള്ള പാഠഭാഗം. പടയണി എന്ന പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം ഈ പാഠഭാഗം പടയണി എന്ന് പറയുന്നൊരു കലാരൂപമാണ് അല്ലേ? കലകളെക്കുറിച്ചും കലാരൂപങ്ങളെക്കുറിച്ചൊക്കെ ടീച്ചർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? കലകളെയും കലാരൂപങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. എത്ര തരം കലകളുണ്ട്, കലാരൂപങ്ങളുണ്ട്, അവയുടെയൊക്കെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ടീച്ചർ ഈ പടയണി എന്നുള്ള പാഠഭാഗം എടുത്തു തരുമ്പോഴും നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പുതിയതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. മനസ്സിലായല്ലോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.